ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പൊ ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാമേ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കാമേ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുവേ. നമുക്ക് ഒരു 4-5 പപ്പടവും ഒരു 2 മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പൊ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വഴണ്ടിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പപ്പടം വെച്ചാണ് കേട്ടോ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മൾ പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് അത് കണക്കാക്കി കുറച്ച് ഉപ്പ് മാത്രം ഇതിലോട്ട് ആഡ് ചെയ്താൽ മതിയേ. ഇനി നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അതിനുശേഷം ഒരു കൈപ്പിടി നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്റെ കയ്യിൽ മല്ലിയില ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സ്കിപ്പ് ചെയ്തിരിക്കാം കേട്ടോ. ഇനി നടുക്ക് ചെറുതായിട്ട് ഒന്ന് കുഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 മുട്ട നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാമേ. പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ നമ്മുടെ ഈ ഇത് തയ്യാറാക്കുന്ന ഈ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പൊ നമ്മുടെ മുട്ട എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഏകദേശം നമ്മുടെ ഒരു തോരനൊക്കെ തയ്യാറാക്കൂലേ, ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം, വീഡിയോ മിക്സ് ചെയ്യാതെ കണ്ടോണേ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാകുമ്പോൾ അവർ വൈകുന്നേരം വന്ന ഉടനെ എന്തെങ്കിലും സ്നാക്സ് ആയിരിക്കും ചോദിക്കുന്നത് അല്ലേ. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. മുട്ടയും നമ്മുടെ പപ്പടം ഉഴുന്നൊക്കെ ചേരുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ആരും മിസ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ മുട്ട എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. മുട്ട എല്ലാം നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇത് ചൂടാറാനൊന്നും വയ്ക്കില്ല, നമ്മൾ ഇനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാമേ. അപ്പൊ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ ഓരോ പപ്പടമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഓരോ പപ്പടമായിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്ത് പപ്പടം ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് കുതിർത്തെടുക്കണം കേട്ടോ. അത്രയും മതിയേ. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്കും ഒരു 2 ടീസ്പൂൺ നമ്മൾ മൈദാമാവ് എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ ഇതേപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. നമുക്ക് ഒട്ടിക്കാനൊക്കെ പരുവത്തിന് എടുക്കൂലേ, ആ ഒരു കണക്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മൾ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്ന പപ്പടത്തിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ട് നമുക്ക് ഇങ്ങനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ അത് നമ്മുടെ പപ്പടം നമുക്ക് സൈഡൊക്കെ മടക്കി എടുക്കണമല്ലോ. അപ്പൊ അത് കണക്കാക്കി കുറേശ്ശെ നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മൾ ഇതേപോലെ 2 സൈഡും ഇങ്ങനെ മടക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ സൈഡിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദാ മാവ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണേ. നമ്മൾ ഒട്ടിക്കുന്ന ആ സൈഡും ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഇങ്ങനെ എടുത്ത് ചെറുതായിട്ടൊന്ന് അങ്ങ് മടക്കി വെക്കുക. ഏകദേശം നമ്മുടെ മടക്ക് പലഹാരങ്ങളൊക്കെ ഇല്ലേ, അതേ പരുവത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് മൈദാമാവ് ഒന്ന് തേച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പുറത്തു പോകുന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട കേട്ടോ. 100% ഇത് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടെൻഷനും പേടിയും ഒന്നും വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് തയ്യാറാക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് ആദ്യം ഒന്ന് ചെയ്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. നമ്മൾ അതേപോലെ നമ്മൾ ബാക്കി എല്ലാം അതേപോലെ നമ്മൾ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ അതൊരെണ്ണം കൂടെ കാണിച്ചു തരാമേ. നമ്മുടെ പപ്പടം എടുത്തു വെച്ചു. പപ്പടം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സമയം നമുക്ക് വെള്ളത്തിലിട്ട് കുതിർക്കണ്ട കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു വെള്ളത്തിൽ ഇടുക, അതേപോലെ നമ്മളിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ തന്നെ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് റെഡിയായി കിട്ടിക്കോളും കേട്ടോ. അപ്പൊ നമ്മൾ അതിനകത്തോട്ട് കുറേശ്ശെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കുക. ഇതേപോലെ നമ്മൾ 2 സൈഡിൽ നമ്മൾ ഇതേപോലെ മൈദാമാവ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. വലിയ പാടൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു അധികം സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ പൊള്ളി വരും കേട്ടോ. കാരണം ഓൾറെഡി പപ്പടം ആയതുകൊണ്ട് തന്നെ പൊള്ളി വരും. പിന്നെ അകത്തുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓൾറെഡി വെന്തതായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ബാക്കി എല്ലാം നമ്മൾ അതേപോലെ മടക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനുവേണ്ടി
അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാനും വീണ്ടും വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാമേ. ഇനി നമ്മുടെ വെളിച്ചെണ്ണ ചെറുതായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അതാ നമ്മുടെ വെളിച്ചെണ്ണ ചെറുതായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പലഹാരം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇതേപോലത്തെ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതേപോലെ അല്പം കുഴിയുള്ള പാത്രങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മൾ ഏത് ഓയിലായാലും അധികം എന്ത് ചെയ്യില്ല, ഓയിൽ അങ്ങോട്ട് വേണ്ടി വരത്തില്ല കേട്ടോ. അപ്പൊ ഇതേപോലെ നമുക്ക് പലഹാരങ്ങൾ ഇട്ട് കൊടുക്കാമേ. കണ്ടല്ലോ, ഇട്ട് കൊടുത്തപ്പോ തന്നെ അതൊന്ന് പുള്ളി കയറിയില്ലേ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് ആ നിറമൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണമല്ലോ. ആ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കൊന്ന് ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതായത് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാമേ. കണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ഒരു സൈഡ് ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തെ സൈഡും ചെറുതായിട്ടൊന്ന് നിറം മാറി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഒരുപാട് സമയം നമുക്ക് ഇത് ആവശ്യമില്ലേ. കണ്ടല്ലോ, രണ്ട് സൈഡും നിറം മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാമേ. അപ്പൊ നമ്മളെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ്സ് ആയിട്ട് അറിയിക്കണം. അപ്പൊ മുൻപോട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ